നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ ചെറുപ്പം മാത്രമല്ല അനുഭവപരിചയവും ഘടകമാണെന്ന് സീതാറാം യെച്ചൂരി. വിഎസിനെയും പാർട്ടിയെയും രണ്ടായി കാണേണ്ടതില്ല. കേരളത്തിലെ മുന്നണി വിപുലീകരണം സംസ്ഥാന ഘടകം തീരുമാനിക്കുമെന്നും യെച്ചൂരി. സിപിഎം പ്ലീനം നാളെ കൊൽക്കത്തയിൽ തുടങ്ങും. ശാശ്വതീകാനന്ദയെ കൊന്നത് തന്നെയെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് പ്രകാശാനന്ദ. തലയിൽ ഇടിക്കട്ട കൊണ്ടിടിച്ചതിന്റെ പാടുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ ഇക്കാര്യം പറയുമെന്നും പ്രകാശാനന്ദ. വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാരിനെ വിലയിരുത്തേണ്ടത് ജനങ്ങളെന്ന് ഉമ്മൻചാണ്ടി. ഓരോരുത്തരായി വിലയിരുത്തേണ്ടതില്ല. ബുധനാഴ്ച കേരളത്തിലെത്തുന്ന സോണിയാഗാന്ധി UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നെൽവയൽ നിയമ ഭേദഗതി ചട്ടം KPCC ഉപസമിതി പരിശോധിക്കും. ബാർ ലൈസൻസ് കേസിൽ സുപ്രീം കോടതി 29-ന് വിധി പറയും. സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് സംസ്ഥാനത്തെ ബാർ ഉടമകൾ. നേതൃസ്ഥാനത്തേക്ക് പ്രായം മാത്രമല്ല അനുഭവ സമ്പത്തും പരിഗണിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. VS അച്യുതാനന്ദനെയും പാർട്ടിയെയും രണ്ടായി കാണാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ട എന്നും സംഘടനാ പ്ലീനത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ യെച്ചൂരി അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന കാര്യത്തിൽ LDF-നകത്തും CPM-നകത്തുമൊക്കെ വിവിധ അഭിപ്രായങ്ങൾ ഉയരുന്നതിനിടയ്ക്കാണ് പാർട്ടി പ്ലീനത്തിന് തൊട്ടുമുൻപായി ജനറൽ സെക്രട്ടറി അഭിപ്രായ പ്രകടനം നടത്തിയത്. നേതൃസ്ഥാനത്തേക്ക് പ്രായം മാത്രമല്ല അനുഭവ സമ്പത്ത് കൂടി പരിഗണനാ ഘടകമാണെന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. ഒരപകടം കണ്ട ചെറുപ്പക്കാരന്റെയും വൃദ്ധന്റെയും പ്രതികരണങ്ങളുടെ കഥ കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു യെച്ചൂരി ഇത് വിശദീകരിച്ചത്. പാർട്ടിയെയും VS അച്യുതാനന്ദനെയും രണ്ടായി കാണാൻ ആരും ശ്രമിക്കേണ്ടെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. കേരളത്തിൽ LDF വിപുലീകരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന ഘടകമാണെന്നും യെച്ചൂരി പറഞ്ഞു. JDU, RSP എന്നീ പാർട്ടികളെ കൂടി LDF-ൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കായിരുന്നു യെച്ചൂരി ഈ മറുപടി നൽകിയത്. പ്രായം മാത്രമല്ല അനുഭവ സമ്പത്തും പരിഗണിക്കണമെന്ന പ്രതികരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ VS അച്യുതാനന്ദനും CPM-ന്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടാവുമെന്നും വായിച്ചെടുക്കാം. വ്യക്തമായ ഒരു സന്ദേശമാണ് CPM ജനറൽ സെക്രട്ടറി ഈ പ്രതികരണത്തിലൂടെ നൽകിയിരിക്കുന്നത്. കൊൽക്കത്തയിലെ മുസഫർ അഹമ്മദ് ഭവനിൽ നിന്ന് ക്യാമറ പേഴ്സൺ PM ഷാഫിക്കൊപ്പം TK ഹരീഷ്, മീഡിയ 1. മുതിർന്ന CPM നേതാവ് ശ്രീ MM ലോറൻസ് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ, ശ്രീ NP ചേക്കുട്ടി കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ശ്രീ CR നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ CP ജോണിനെ ടെലിഫോണിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പ്ലീനം നാളെ തുടങ്ങുകയാണ്. പതിവ് പോലെ പക്ഷേ VS അച്യുതാനന്ദനാണ് വാർത്ത. നമുക്ക് VS-ലേക്ക് പിന്നെ വരാം. ഏത് നിലക്ക് പാർട്ടിയെ പുതുക്കും പ്ലീനം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? സാൽക്കിയ പ്ലീനത്തിന് ശേഷം ഇക്കാലത്തെത്തുമ്പോൾ തന്നെയും പാർട്ടി പ്രതീക്ഷിച്ച തോതിലുള്ള മുന്നേറ്റം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം കൂടെയുണ്ട്. പ്ലീനം ഏത് നിലക്കാണ് പാർട്ടിയെ പുതുക്കുക, ശക്തിപ്പെടുത്തുക? പ്ലീനം ഇന്നത്തെ ഒരു മാറിയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും പാർട്ടിയെ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു വലിയ പ്രക്രിയയാണ്. ഇന്ത്യ പോലെ 130 കോടി ജനങ്ങളുള്ളൊരു രാജ്യത്ത്, വ്യത്യസ്ത ഭാഷകളും ജനസമൂഹങ്ങളൊക്കെ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ തന്ത്രപരമായ കടമയിലേക്ക് ഇന്ത്യയിലെ ബഹുജനങ്ങളെ ആകെ അണിനിരത്താൻ കഴിയുന്ന ഒരു അടവ് സമീപനം 21ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. ഈ അടവ് സമീപനത്തിനനുസൃതമായ രീതിയിലുള്ള സമരങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ രൂപപ്പെടുത്തുക എന്നുള്ളതും ഈ പ്ലീനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത്തരമൊരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി സംഘടന എന്ന നിലക്ക് ഇന്ന് CPM നേരിടുന്ന ദൗർബല്യങ്ങൾ എന്താണ്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായ സത്തയിലേക്ക് വരുന്നതിന് എന്തൊക്കെ അന്യവർഗ പ്രവണതകളാണ് പാർട്ടിയെ സ്വാധീനിക്കുന്നത്? പാർട്ടിയുടെ ജനാധിപത്യ കേന്ദ്രീകരണത്തെ ദുർബലപ്പെടുത്തുന്ന പാർലമെൻ്ററി വ്യാമോഹം ഉൾപ്പെടെയുള്ള കരിയറലിസം, നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു ഫെഡറൽ ഘടനക്കകത്ത് പാർട്ടിക്കകത്ത് തന്നെ പ്രാദേശികതാവാദം ഫെഡറലിസമായിട്ട് രൂപപ്പെടുന്ന പ്രശ്നം, ഇത്തരം നാനാവിധമായ പ്രവണതകളെ എങ്ങനെ അതിജീവിക്കാം, അതിനുള്ള സംഘടനാ രാഷ്ട്രീയമാണ് ഈ പ്ലീനത്തിൻ്റെ മുഖ്യ അജണ്ട. അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ബൃഹത്തായിട്ടുള്ള ഒരു ആലോചനയും തീരുമാനങ്ങളുമാണ് കൽക്കത്ത പ്ലീനം വഴി മുന്നോട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിയോ ലിബറൽ നയങ്ങൾ 25 വർഷങ്ങളെത്തുകയാണ്. ഈ നിയോ ലിബറൽ നയങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിൽ, അതിനെ നിർണ്ണയിച്ച സാമ്പത്തിക ശക്തികളിൽ അതുണ്ടാക്കിയ മാറ്റങ്ങൾ, CPM മുന്നോട്ട് വെക്കുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലെ വർഗതന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് തങ്ങളുടെ അടവുപരമായ ലൈൻ്റെ ഭാഗമായിട്ട് സാംശീകരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള സുപ്രധാനമായ പ്രശ്നങ്ങൾ
അതുപോലെ തന്നെ ഹിന്ദുത്വ വർഗീയ ശക്തികൾ അധികാരത്തിലെത്തുന്നത് വഴി ഇന്ത്യയുടെ സാമൂഹ്യ ഘടനയിലുണ്ടാകുന്ന പുതിയ വിഷയങ്ങൾ, അസഹിഷ്ണുതയുടെ പ്രശ്നങ്ങൾ, അക്രമത്തിൻ്റെ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ വിരോധത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ ഒരു രാഷ്ട്രമെന്ന നിലക്ക് ഒരു ജനതയായിട്ട് നിൽക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതയെ എങ്ങനെയാണ് അസ്ഥിരീകരിക്കാൻ പോകുന്നത്? ഈ വിഷയങ്ങളെല്ലാമാണ് ഈ പ്ലീനത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് ഈ മാറിയ കാലത്തിൻ്റെ രാജ്യം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവശക്തിയായിട്ട്, ഒരു ബഹുജന വിപ്ലവശക്തിയായിട്ട് CPM-നെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, മാറിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രാഷ്ട്രത്തിൽ ഇടതുപക്ഷ ബ്ലോക്ക് കൂടുതൽ ശക്തിപ്പെടേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് കരുതുന്നുണ്ട് CPM മാത്രമല്ല, അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരുപാട് ഗ്രൂപ്പുകളും അത്തരത്തിലുള്ള ബദൽ ശക്തിക്ക് കുറെ കൂടെ ഉണർവുണ്ടാകേണ്ടുന്ന കാലമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ പലയിടങ്ങളിൽ നിന്ന് അതിൻ്റെ സൂചനകൾ ലഭ്യവുമാണ്. എന്നാൽ CPM-ന്റെ സമ്മേളനങ്ങൾ, പ്ലീനങ്ങൾ, ഇതുപോലുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ അടക്കം നടക്കുന്ന സംഘടനാ സംവിധാനങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഒരു കാലത്തും വിലപ്പോവാറില്ല എന്ന വിമർശനം അവിടെ ഉണ്ട് താനും. ഏത് നിലക്ക് മാറി നിന്ന് CPM-നെ കാണുന്ന ആളുകൾക്ക് ഏത് നിലക്ക് വിലയിരുത്തേണ്ടതാകും ഈ വരാനിരിക്കുന്ന പ്ലീനത്തിന് ശേഷമുള്ള പാർട്ടി? നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം തീർച്ചയായും വളരെ പ്രസക്തമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരു ഇടതുപക്ഷ ബദൽ ആവശ്യപ്പെടുന്നൊരു കാലമാണ്. ഞാൻ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അത് CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയവുമുണ്ട്. ഒരു മതേതര രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തമായൊരു കാലമാണ്. ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. ഹിന്ദുത്വ ശക്തികളെക്കുറിച്ചുള്ള വിലയിരുത്തലൊക്കെ ശരിയാണ്, വളരെ അപകടകരമായ അവസ്ഥയാണ്. അതിനെ നേരിടാൻ CPM സജ്ജമാകുമെന്ന് എൻ്റെ സുഹൃത്ത് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷമുള്ളപ്പോൾ പോലും അതിലെനിക്കൊരു പ്രതീക്ഷ കുറവുണ്ട്. കാരണം അത് മുൻകാലങ്ങളിലുള്ള അനുഭവം കൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ്. അതിന് കാരണം ഇപ്പോൾ അതിൽ തന്നെ പറയുന്ന പത്രങ്ങളിൽ വന്നിട്ടുള്ള സ്വയം വിമർശനപരമായ വിലയിരുത്തലുകൾ അടക്കം. ഇപ്പോൾ ഇതിനു മുമ്പ് സാൽക്കിയ പ്ലീനം, അതിനുശേഷം പാലക്കാട് കൂടിയ സംസ്ഥാന പ്ലീനം, ഇതിൽ പറഞ്ഞ് എത്ര കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന ചോദ്യം സാധാരണ ഒരു മനുഷ്യൻ ചോദിച്ചാൽ, അതിൽ നിന്ന് നാം മുൻപോട്ട് പോയോ പുറകോട്ട് പോയോ എന്ന് ചോദിച്ചാൽ, കുഞ്ഞിക്കണ്ണനെ പോലൊരു സുഹൃത്തിന് വിഷമം വന്നാലും വിരോധമില്ല, പുറകോട്ട് പോയി എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ് എന്നെ പോലെ ഒരാൾ കാണുന്നത്. പുറകോട്ട് പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പാർട്ടി എത്രത്തോളം മുമ്പോട്ട് പോയി പുറകോട്ട് പോയി എന്ന ചോദ്യം. തിരഞ്ഞെടുപ്പ് ജയിക്കുന്നു തോൽക്കുന്നു ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് ചിലപ്പോൾ ജയിക്കാം ചിലപ്പോൾ തോൽക്കാം, അതിന് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ എത്ര പോയി? ഇപ്പോൾ പാർട്ടിയുടെ വിഭാഗീയത ഒരു വലിയ വിഷയമായി കുറേ കാലം കൊണ്ട് കിടക്കുക. ഞാൻ വിഭാഗീയത എന്ന് പറയുന്നത് കേവലമായി VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഗ്രൂപ്പ് പോരിനെ കുറിച്ചൊന്നല്ല പറയും. അടിസ്ഥാനപരമായ രാഷ്ട്രീയം തന്നെ പാർട്ടി നയപരമായി തന്നെ എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോയോ? കേരളം നേരിടുന്ന ഏതെങ്കിലും പ്രതിസന്ധിക്ക് പരിഹാരം എന്ന അർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അത് കേരളത്തിൽ എവിടെയുണ്ട്? ഇപ്പോൾ കേരളത്തിലെ വികസന പ്രശ്നം, പരിസ്ഥിതി പ്രശ്നം, അതുമാത്രമല്ല ജനങ്ങളുടെ ഒരുപാട് സമരങ്ങളുണ്ട്. ഇതിനോടൊക്കെ പാർട്ടി എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ ആണ്, മദ്യ മാഫിയായി പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇത് പ്ലീനത്തിലേക്കൊന്നും പോകണ്ടല്ലോ. ഇപ്പം നമുക്ക് സാധാരണഗതിക്ക് വളരെ ഏത് നാട്ടുപുറത്ത് ചെന്നാലും, ഞാനിപ്പോൾ പോകുന്ന സമരങ്ങളിലൊക്കെ മിക്കവാറും ഇപ്പോൾ അത് പാറമടയുടെ പ്രശ്നമായാലും പാടനകത്തിലായാലും കുന്നിടിക്കലായാലും മറുവശത്ത് കോൺഗ്രസിനൊപ്പമോ ചിലപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതലോ CPM-നെ കാണുക. എനിക്കതിൽ വലിയ വിഷമമുള്ള ഒരാളാണ്. കാരണം CPM-ന് നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കണേ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് മാഫിയ എന്ന് മാത്രമല്ല, അത് വലിയൊരു ദ്രോഹം ഒരു സമൂഹത്തിന് ചെയ്യുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ എന്ത് നിലപാട് പാർട്ടി എടുക്കും എന്ന ചോദ്യമുണ്ട്. കേവലം ഇപ്പോൾ വർഗീയതയ്ക്കെതിരാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചോളുന്നില്ല. ജനങ്ങളെ കൂടെ നിർത്തുന്നത് വേറെ ഒരുപാട് കാര്യങ്ങളില്ല. അത് നിർത്താൻ കഴിയുന്നുണ്ടോ? ഈ നേതാക്കളുടെ പ്രവർത്തന ശൈലി ശരിയാണോ? ഇപ്പോൾ VS അച്യുതാനന്ദനോട് ഇപ്പോൾ 2006-ലും 2011-ലും VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ട പ്രായക്കൂടുതലാണെന്ന് തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോഴുള്ളത്. അതിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പോൾ VS അച്യുതാനന്ദൻ 2006-നേക്കാൾ പ്രായം കുറയല്ലോ VS അച്യുതാനന്ദന് ചെയ്തത്, 16-ൽ 10 വയസ്സ് കൂടെ ചെയ്തത്. അപ്പോൾ വേണോ? അതൊരു തെളിവായി തിരിച്ചു വരുന്നുണ്ടോ? ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത് പാർട്ടി ആരെ മത്സരിക്കാതിരിക്കട്ടെ, പാർട്ടിയുടെ കാര്യമാണെന്ന് വേറെ ആർക്ക് വേണ്ടി പറയാം. പക്ഷേ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ, അതൊരു ശക്തിയായി മാറണമെങ്കിൽ, ഒരു ജനകീയ ബദൽ എന്ന കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ജനകീയ ബദലായി മാറണമെങ്കിൽ ജനങ്ങൾ കൂടെ ഉണ്ടാവണം. ജനങ്ങൾ കൂടെ ഉണ്ടാവുന്ന പാർട്ടിക്കാർ കൂടെ ഉണ്ടാവുക എന്നുള്ളതല്ല. പുതിയ മേഖലകളിലേക്ക് പാർട്ടിക്ക് പോകാൻ കഴിയുന്നുണ്ടോ? യുവാക്കളുടെ മേഖലയിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മേഖലയിൽ, ദളിത് ആദിവാസി തുടങ്ങിയ മേഖലകളിൽ പാർട്ടി എത്ര പുറകോട്ട് പോയി? ഇതൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് മുൻപോട്ട് പോയില്ല എങ്കിൽ കഴിഞ്ഞ പ്ലീനം പോലെ ഇതും വരും. അങ്ങനെ ഒരു നിരാശ ഉണ്ടാക്കരുത്
എന്ന ചെറിയൊരാഗ്രഹമാണ് കേരളത്തിലൊരു ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എൻ പി ചേക്കുട്ടി, പുറകോട്ട് പോയി എന്ന അഭിപ്രായം പാർട്ടി അത്രക്ക് കൃത്യമായി മുന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ തന്നെയും വേണ്ട വിജയമുണ്ടാക്കാനായിട്ടില്ല. സാൽക്കിയ പ്ലീനത്തിന് ശേഷം ഇവിടം വരെ എത്തുമ്പോൾ മുന്നോട്ടൊന്നും പോയിട്ടില്ല എന്ന് സ്വയം വിമർശനം അവിടെയുണ്ട്. ഈ പൊതുസമൂഹത്തിനകത്തുള്ള അന്യവർഗ ചിന്താഗതികൾ, മോശം പ്രവണതകൾ സ്വാംശീകരിക്കുന്നതിൻ്റെ ഒരുതരം വലുപ്പം, അതിൻ്റെ ഒരു തരം സ്വാംശീകരിക്കുന്നത് കൂടി വരുന്നു എന്നുകൂടെ ഈ പാർട്ടി കാണുന്നുണ്ട്. രണ്ട് തരം സംഗതികളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്ന ചില സംഗതികൾ, ഈ VS അച്യുതാനന്ദൻ പിണറായി വിജയൻ തർക്കം പോലുള്ള വിഭാഗീയത പോലുള്ള സംഗതികൾ. രണ്ടാമത്തേത്, ഈ കാലത്തിൻ്റെ രാഷ്ട്രീയ സംഗതികളോട് സംവദിക്കാൻ മാത്രം പ്രാപ്തമാണോ ഈ പാർട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഈ പാർട്ടി നിലനിൽക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള അതിഗൗരവമേറിയ സങ്കീർണമായിട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഇതിൽ ഏതിനായിരിക്കും മുൻതൂക്കം കിട്ടുക? ഏതെങ്കിലും നിലക്ക് ഈ പ്ലീനം ഈ പാർട്ടിയുടേത് മാത്രമല്ല പൊതുവിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ ഏതെങ്കിലും നിലക്ക് പുതുക്കുന്നതാകും എന്ന് കാണേണ്ടതുണ്ടോ? നമ്മുടെ ആദ്യത്തെ പ്ലീനം എന്ന് പറയുന്നത് സംഘടനാപരമായ കാര്യങ്ങൾ 78-ലാണെന്ന് തോന്നുന്നു സാൽക്കിയ പ്ലീനം നടന്നത്. അത് ഏതാണ്ട് 40 വർഷത്തോളം ആയി കഴിഞ്ഞു ആ സാൽക്കിയ പ്ലീനത്തിൻ്റെ റിപ്പോർട്ട് വന്ന് അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തിയത്. അതിൽ പാർട്ടിയുടെ സംഘടനാപരമായ പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ കേന്ദ്രീകരണത്തെക്കുറിച്ച്, ജനാധിപത്യ സംവിധാനത്തിൻ്റെ കുറവിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള തിരുത്തലുകൾ വരുത്താൻ പാർട്ടി തയ്യാറായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ അതൊന്നുമല്ല, പാർട്ടിയെ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, രാഷ്ട്രീയത്തിനെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. അത് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് 78-ൽ പാർട്ടി കേരളത്തിൽ വളരെ പരിമിതമായ സ്ഥലത്തുണ്ടായിരുന്ന പാർട്ടി 90-കളിലും 2004-ലും ഒക്കെ എത്തിയപ്പോഴേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് മാറിയിരുന്നു. യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ്റിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ശക്തി ഇടതുപക്ഷമായിരുന്നു. 2004-ൽ മൻമോഹൻ സിംഗ് സർക്കാരിന് വരുന്ന സമയത്തും അതിന് ശക്തി നൽകിയത്, അതിന് ദിശാബോധം നൽകിയത്, അതിന് രാഷ്ട്രീയമായിട്ടുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ അതിനെ നിയന്ത്രിക്കുന്ന തരത്തിൽ ജനകീയമായിട്ടുള്ള ഒരു അജണ്ട കൊണ്ടുവന്നത് അതിലൊക്കെ ഇടതുപക്ഷമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ തെറ്റുകൾ പാർട്ടിക്ക് പറ്റിയിട്ടുണ്ട്, തിരിച്ചടികൾ പറ്റിയിട്ടുണ്ട്, അന്യവർഗ ചിന്താഗതികൾ പാർട്ടിയെ വലിയ തോതിൽ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇരിക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ നേട്ടങ്ങൾ വളരെ പ്രധാനമാണ്. ഞാൻ ഈ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നടക്കാൻ പോകുന്ന പാർട്ടി പ്ലീനം യഥാർത്ഥത്തിൽ ഇനി വരുന്ന കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടാൻ പാർട്ടിയെ സജ്ജമാക്കാനാണ് സാധ്യത. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ശക്തമായിട്ട് വലതുപക്ഷ രാഷ്ട്രീയ വർഗീയതയുടെ രാഷ്ട്രീയമാണ്. അതിനെതിരായിട്ട് ഇടതുപക്ഷത്തിൻ്റെതായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ, ഇടതുപക്ഷത്തെ യോജിപ്പിക്കുന്ന വിശാലമായ ഒരു ഇടതുപക്ഷ ഐക്യമുണ്ടാക്കുന്നതിന് ശക്തമായിട്ടുള്ള ഒരു മേൽക്കൈ കൊടുക്കാൻ, ഒരു നേതൃത്വം കൊടുക്കാൻ ഈ പ്ലീനത്തിന് കഴിയും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ ഒരു പരിധിവരെ CPM വിജയിച്ചിട്ടുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, പിറകോട്ട് പോയി എന്നത് പൂർണ്ണമായ വസ്തുതയല്ല എന്നതുകൂടെ നമ്മൾ സമ്മതിക്കേണ്ടി വരില്ലേ ഈ ഘട്ടത്തിൽ? ഇടതുപക്ഷം പിന്തുണച്ചിരുന്ന UPA സർക്കാർ കുറെക്കൂടെ മികച്ചതായിരുന്നു എന്ന് പിൽക്കാലത്ത്, ആ സർക്കാരിൻ്റെ കാലത്തിന് ശേഷം വിലയിരുത്തലുണ്ടാകുന്നു. ആസിയാൻ കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് നടത്തിയ സമരം വേണ്ട രീതിയിൽ ജനം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അതിൻ്റെ ദോഷം അന്ന് പറഞ്ഞതിനേക്കാൾ തീവ്രമായി രാജ്യം അനുഭവിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു അതിന് പിന്നിൽ എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ആ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുറകോട്ടാണ് പോയത്. ഈ പാർട്ടി പൊതുവിൽ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്ത്, ഒട്ടും പുരോഗതിയിലേക്ക് കൊണ്ടുപോയില്ല എന്ന് വിലയിരുത്തുന്നതിൽ അഭംഗി ഉണ്ടാകുമോ? അല്ല, ഞാൻ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക പ്രസക്തിയെ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ കേരളം പോലെ ഒരു സാഹചര്യം എടുക്കുക, ഇത്രയ്ക്കും മോശപ്പെട്ട ഒരു സർക്കാർ, ഇത്രയ്ക്കും മോശപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, അവിടെ പോലും മുന്നേറാൻ, അത് ഇപ്പോൾ സാധാരണഗതിക്കാണെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്, ഇതിനേക്കാൾ വളരെ വളരെ മുമ്പോട്ട് വരേണ്ടതാണ്. എന്നിട്ട് പോലും ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ജയിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും, തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഞാൻ പറയണത്, എങ്കിൽ പോലും ജയിക്കണു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്ന വലതുപക്ഷ സർക്കാരിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയുടെയും CPMൻ്റെ സംഘടനാ ശേഷിയുടെയും ഒക്കെ കണക്ക് വെച്ച് നോക്കിയാൽ മുന്നോട്ട് പോയില്ല
എന്ന് തന്നെ പറയേണ്ട സ്ഥിതിയുണ്ട്. കാരണം ഇപ്പോൾ 4.5 കൊല്ലമായി UDF ഭരിക്കുന്ന കേരളത്തിൽ പോലും അഖിലേന്ത്യാ തലത്തിലെടുക്കുക, അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് പാർട്ടി എന്തേ നിർണായകമല്ലാത്ത ശക്തി. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിത് പറയുന്നത് ബംഗാളിലാണല്ലോ പാർട്ടിയുടെ ഏറ്റവും ശക്തി. ബംഗാളിൽ പാർട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവിടെ ഒരു കുഴപ്പവും പറ്റിയില്ല എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ വോട്ട് കിട്ടാത്തത് മാത്രമല്ല, ഇപ്പോൾ അവിടെ നന്ദിഗ്രാമും സിംഗൂരും അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അന്ന് പാർട്ടിയുടെ നിലപാട് തിരുത്തുവോ പാർട്ടി? എന്താ പാർട്ടിയുടെ നിലപാട്? അവിടെയാ പ്രശ്നം. നന്ദിഗ്രാമിലും സിംഗൂരിലും അടക്കം, അതൊരു ഉദാഹരണം, ഞാൻ പെട്ടെന്ന് പറഞ്ഞ തെളിവ് മാത്രം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ തെറ്റായിരുന്നു എന്ന് പാർട്ടി പറയുമോ? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ ഫാസിസത്തിനെതിരെ സമരം ചെയ്യുന്നു. പാർട്ടിക്കകത്ത് ഫാസിസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പാർട്ടി ഫാസിസ്റ്റ് പ്രവണതകൾ ഉണ്ട് എന്ന് പാർട്ടി കണ്ടെത്തുമോ? കണ്ടെത്തിയാൽ പാർട്ടിക്ക് തിരുത്തണം. ഞാൻ പറഞ്ഞത് തിരുത്തുന്നത് തെറ്റായ കാര്യമല്ല, തിരുത്തലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ അനുഭവമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരുപാട് അനുഭവമുണ്ട്. മുന്നേറി 2 ഭാഗം കമ്മ്യൂണിസ്റ്റുകാരായി എന്നൊക്കെ പ്രസംഗിച്ചാളാണ് ഞാനും. ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ വെറും ഒരു ആത്മവിശ്വാസത്തിലല്ല, യഥാർത്ഥത്തിൽ ഇടതുപക്ഷം അതിൻ്റെ ധർമ്മം നിറവേറ്റുന്ന തരത്തിൽ പുറകോട്ട് പോയി എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്. ഒരു സാഹചര്യം അനുസരിച്ച് മുമ്പോട്ട് വന്നില്ലെങ്കിൽ അത് പുറകോട്ട് പോയി തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് അത് ഞാൻ ഒട്ടും സന്തോഷത്തോടു കൂടി പറയുന്ന ആളല്ല, ഒട്ടും സന്തോഷം എനിക്ക് അക്കാര്യത്തിലില്ല. CMP നേതാവ് ശ്രീ CP ജോൺ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ CP ജോൺ, ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാഷ്ട്രത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിനനുസരിച്ച് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വലിയ തോതിൽ സഹായിക്കുന്ന സംഘടനാ പ്രക്രിയകളിലാണ് ഈ പ്ലീനത്തിനകത്ത് ഏർപ്പെടുക എന്നതാണ് ആ പാർട്ടി പുറത്തോട്ട് പറയുന്ന കാര്യങ്ങൾ. ഈ കൊൽക്കത്ത പ്ലീനം ഏതെങ്കിലും നിലക്ക് CPMൻ്റെ സംഘടനാ ശക്തിയെയും രാഷ്ട്രീയ ബോധ്യങ്ങളെയും പുതുക്കും എന്ന് താങ്കൾക്കൊരു തോന്നലുണ്ടോ? രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്നുള്ള വാദത്തെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇന്ന് നിലവിലുള്ള, അതായത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയവുമായിട്ട് പോയാൽ ഉള്ള പാർട്ടിയും കൂടെ നശിക്കുക എന്നുള്ളതായിരിക്കും ഫലം. ഇപ്പൊ ഇന്ന് CPMന്റെ ചരിത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് പാളി നോക്കിയാൽ ജ്യോതിബാസുവിന്റെ നാട്ടിൽ പ്ലീനം നടക്കുമ്പോൾ ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയായി ഉയർത്താമെന്ന് മറ്റു കക്ഷികൾ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ പാർട്ടിയാണ്. അന്ന് മുതൽ തുടങ്ങി ബംഗാളിലെ CPMന്റെ പതനം. ഒരു ബംഗാളിക്ക് പ്രധാനമന്ത്രിയാവാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രധാനമന്ത്രിയാവാനും ഉണ്ടായ അവസരം കളഞ്ഞു കുളിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു, ഇത് ചരിത്രപരമായ മണ്ടത്തരമാണ്. അവിടെ നിന്ന് തുടങ്ങി CPMന്റെ പുറകോട്ട് നടത്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത് ഇപ്പോ നടന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിനെടുക്കാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന മുദ്രാവാക്യം വെച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നു BJP അധികാരത്തിൽ വരാൻ പോവാണ്. പക്ഷെ CPMന് മാത്രം മനസ്സിലായിരുന്നില്ല ഇത് BJPയും കോൺഗ്രസും ഒന്നാണ് എന്നുള്ള മുദ്രാവാക്യമായിട്ട് അവർ മുന്നോട്ട് പോയി. ഇപ്പൊ ബീഹാറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വാസ്തവത്തിൽ അവിടെയുള്ള കക്ഷികളെ പിന്താങ്ങിയിരുന്നെങ്കിൽ 10 സീറ്റിലും കൂടെ BJP പരാജയപ്പെടുമായിരുന്നു. അതിനു പകരം ഇപ്പൊ അവരുടെ സഖ്യകക്ഷികളാരാ? ഈ പ്ലീനത്തിൽ അവർ സഖ്യകക്ഷികളായിട്ട് ആരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്? ഒന്ന് നെക്സ്ലൈറ്റ് ഗ്രൂപ്പാണ് CPIML, മറ്റൊന്ന് SUCI ആണ്, മറ്റൊന്ന് ഫോർവേഡ് ബ്ലോക്ക്, പിന്നെ CPI, അതുപോലെ തന്നെ RSP കേരളത്തിലില്ല, ബംഗാളിൽ. അപ്പൊ അങ്ങനെ വളരെ അപ്രസക്തരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലും അല്ല ഇന്ത്യയിലും BJPയെ തകർക്കുമെന്ന് CPM പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടുമോ? അപ്പൊ ഇവിടെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴും CPM ഇത് ഫാസിസമാണ് എന്ന് അംഗീകരിക്കുന്നില്ല. കാരണം ഫാസിസം എന്ന് പറഞ്ഞു പോയാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി എന്ന് പറയണം. അപ്പൊ ഫാസിസത്തിനെതിരായിട്ടുള്ള സൂചനകൾ വന്നു തുടങ്ങിയെന്നൊക്കെ ചെറുപ്പക്കാർ രാജേഷൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പാർട്ടിയുടെ ഒരു ഡോക്യുമെന്റിലും ഇല്ല. പണ്ട് 72 അർദ്ധഫാസിസം, ശരി, അർദ്ധഫാസിസം അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ഇനി ഇലക്ട്രോറൽ ക്യാമ്പയിൻ വേണ്ട, അല്ലെങ്കിൽ ഇലക്ട്രോറൽ അലയൻസ് വേണ്ട. ഇവിടെ നടക്കുന്ന അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള തിരഞ്ഞെടുപ്പേതര വേദികൾ പങ്കിടാൻ എന്താണ് CPMനെ തടസ്സപ്പെടുത്തുന്നത്? ഒരു കാലഘട്ടത്തിൽ സമാധാന പ്രസ്ഥാനം സോവിയറ്റ് യൂണിയൻ സാമ്രാജ്യത്തിനെതിരെ കൊണ്ടുവന്നപ്പോൾ ഇതേ കോൺഗ്രസ് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ കോൺഗ്രസുമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ CPMന് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ ശ്രീ CP ജോൺ, നമ്മുടെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ, ഫാസിസം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നൊക്കെ വിലയിരുത്തലുണ്ട് ആ പാർട്ടിക്കകത്തെങ്കിൽ
അതിന് വേണ്ടതായിട്ടുള്ള രാഷ്ട്രീയ ഐക്യമുന്നണിയെ രൂപീകരിക്കുക എന്നതുകൂടെ പ്ലീനത്തിനകത്ത് ഉണ്ടാവുകയില്ലേ? അവരുടെ സംഘടനാ രൂപത്തെ മാത്രമല്ല പൊതുവിൽ ഇടതുപക്ഷ അടിത്തറയെ തന്നെ പുതുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെയാണെങ്കിൽ നോക്കൂ, RSPയെയും JDUവിനെയും കൊണ്ടുവരുമോ എന്ന ചോദ്യത്തോട് നോ എന്ന് സീതാറാം യെച്ചൂരി എന്തായാലും പറഞ്ഞിട്ടില്ല. കേരളത്തിലും ആളുകൾ പറയുന്നില്ല. താങ്കളുടെ പാർട്ടിയുടേതായിരുന്ന ഒരു കൂട്ടം സഹപ്രവർത്തകർ ഇന്നിപ്പോൾ അവരുടെ കൂടെയാണ്. മുന്നണി വിപുലീകരിക്കാനുള്ള ഈ മസിൽ പിടുത്തം വിട്ടുള്ള പരിപാടികളിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്ന് വേണ്ടേ കാണാൻ? എന്റെ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ പോയിട്ട് ഞാനും കൂടെ അവിടെ ചെന്നാലും വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പ്രശ്നം അതല്ല. പ്രശ്നം ഇന്ത്യയിൽ കോൺഗ്രസിനോടുള്ള CPMന്റെ സമീപനമാണ് ഞാൻ ചർച്ച ചെയ്തു വന്നത്. RSP അവിടെ ഉണ്ടല്ലോ, അതുപോലെ ജനതാദളിൽ ഉണ്ടാവുന്ന വിരോധമില്ല. പക്ഷേ നിങ്ങൾ BJPയെയും കോൺഗ്രസിനെയും ഒരേ തട്ടിലിട്ട് കാണുകയാണോ ഇപ്പോഴും? ഇതാണ് മൗലികമായ പ്രശ്നം. അപ്പൊ അത് അല്ല, ഞങ്ങൾക്ക് BJP ആണ് വലിയ ഡേഞ്ചർ, കോൺഗ്രസ് അല്ല എന്ന് പറയുകയും, ഞാനതാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പേതരമായിട്ടുള്ള മേഖലയിലെങ്കിലും ഈ ആപത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരായ ആപത്ത് മാത്രമല്ല, അതിഭയങ്കരമായ അസഹിഷ്ണുത വരികയാണ്. ന്യൂനപക്ഷങ്ങളെ നിലം തൊടിക്കാതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും ജോൺ, താങ്കളിലേക്ക് ഞാൻ വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് അത് വളരെ മുന്നിലുള്ളൊരു ചോദ്യവുമാണ്. ബംഗാളിലടക്കം CPM അപ്രസക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി വലിയ തോതിൽ ഇല്ലാണ്ടായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും സമ്മതിക്കേണ്ടി വരും. BJP വരികയാണ്, അവിടെയെങ്കിലും കോൺഗ്രസുമായി ചേരേണ്ടി വരില്ലേ? CP ജോൺ അടക്കം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസോടുള്ള ആഭിമുഖ്യം ഏത് നിലക്കാണ്, അല്ലെങ്കിൽ അതിനോടുള്ള നിലപാട് എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് മാറി ചിന്തിക്കേണ്ടുന്ന സാഹചര്യമില്ല. അത്തരം വളരെ ഭൗതികവും പ്രധാനപ്പെട്ടതും ആദ്യം തീരുമാനമെടുക്കേണ്ടതുമായ കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് പ്ലീനം സ്വീകരിക്കുക? പ്ലീനം 21ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മാറി വന്ന വർഗബന്ധങ്ങൾക്കകത്ത് ഇന്ത്യൻ സമൂഹത്തിൽ തങ്ങളുടെ മുദ്രാവാക്യങ്ങളിലും സമരപരിപാടികളിലും ഉണ്ടാകേണ്ട പുതിയ മാറ്റങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. സഖാവ് CP ജോൺ ഈ കാര്യമൊന്നും അറിയാത്ത ഒരാളല്ല. അദ്ദേഹം ഇന്ന് പെട്ടുപോയ നിസ്സഹായമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ന്യായീകരിക്കാനുള്ള ഒരു യുക്തി പറയുക മാത്രമാണ്. ആ യുക്തിയെ ഞാൻ ബൂർഷാ യുക്തി എന്നാണ് പറയുന്നത്. ഇന്ത്യക്കകത്ത് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസത്തിലേക്ക് രാജ്യം പോകുന്നതിന് കാരണമായിട്ടുള്ളത് കോൺഗ്രസ് തുടങ്ങി വെച്ച നിയോലിബറൽ നയങ്ങളാണ്. 2011 മുതൽ ഇന്ത്യൻ മുതലാളിത്ത ശക്തികൾ കോൺഗ്രസിനേക്കാൾ ശക്തമായി ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വൈബ്രന്റ് ഗുജറാത്തിൽ പോയിട്ട് മുകേഷ് അംബാനിയും രത്തൻ ടാറ്റയും ഒക്കെ പരസ്യമായിട്ട് ഇദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ അതിനെതിരായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആരെയൊക്കെ ക്ഷണിക്കുമെന്ന കാര്യം സ്വാഭാവികമായും ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന പ്ലീനറി സെഷൻ. സനീഷേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CP ജോൺ പറയുന്നത് പോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ പ്രശ്നമല്ല ഫാസത്തിനെതിരായിട്ടുള്ള മുന്നണി. 21ാം പാർട്ടി കോൺഗ്രസിന്റെ രേഖ CP ജോണും അതിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തിന് നോക്കിയാൽ പോലോ. മതനിരപേക്ഷ ശക്തികളുടെ വിശാലമായ ഐക്യം ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച ഒരു മുന്നണിയല്ല. നിങ്ങൾ നോക്കൂ, ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനെതിരായിട്ട്, ഈ ഭേദഗതിക്കെതിരായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു വന്ന ശബ്ദത്തോടൊപ്പം കോൺഗ്രസ് നിൽക്കേണ്ടി വന്നു. ഇന്ത്യയിൽ 300ഓളം സംഘടനകൾ വന്നു. കോൺഗ്രസ് അത് ഉയർത്തിയപ്പോൾ CPM മാറി നിന്നിട്ടില്ല, ഒന്നിച്ച് തന്നെ ആ ഇഷ്യൂ ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് താൽക്കാലികമായിട്ട് അത് ഫ്രീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും മതനിരപേക്ഷ ശക്തികളുടെ പൊതുവായ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ അത് ഇഷ്യൂവിനോട് എടുക്കുന്ന നിലപാടാണ്. ഇന്നും കോർപ്പറേറ്റ് മൂലധനത്തോട്, നിയോ ലിബറൽ നയങ്ങളോട്, നരേന്ദ്രമോദി തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന FDIയോട്, ഇതിനോടുള്ള കോൺഗ്രസ് നയം എന്താണ്? ഈ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് അന്യമായി വേർപെടുത്തി ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ കാണാൻ പറ്റില്ല. CP ജോണിനെ പോലുള്ള ആള് അതറിയാത്ത ആളല്ല. പക്ഷെ അദ്ദേഹം പെട്ടുപോയ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഒരു നിസ്സഹായതയുണ്ട്. എന്താ രാജ്യത്ത് കോൺഗ്രസ് ചെയ്യുന്നത്? ഇപ്പോൾ രാത്രിയിൽ മുഹമ്മദ് അഖിലൊക്കെ കൊല്ലപ്പെട്ടു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം കോൺഗ്രസിന്റെ ദേശീയ വക്താവ് മിസ്റ്റർ ദിഗ്വിജയ് സിംഗ് എന്താ പറഞ്ഞത്? നിരോധിക്കുകയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഈ ഫാസിസ്റ്റ് ശക്തിയായുള്ള BJP സംഘപരിവാരം എന്നതൊക്കെ ഭീഷണിയാണെങ്കിൽ, ഇടതുപക്ഷത്തിന് പ്രസക്തി അതുകൊണ്ട് കൂടുന്നുണ്ടെങ്കിൽ, കോൺഗ്രസിനും സ്വാഭാവികമായും ഒരു മതേതര ശക്തി എന്ന നിലക്ക് അതിന്റെ പ്രസക്തിയും കൂടും. അതോടൊപ്പം ചേരുമോ, അതോടുള്ള രാഷ്ട്രീയ നിലപാട് പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്നത് ആലോചിക്കേണ്ടതല്ല. അത് ഈ കാര്യത്തിൽ CPMനെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. അത് അതിൻ്റെ പരിപാടിയിൽ, അതിൻ്റെ 21ാം പാർട്ടി കോൺഗ്രസിൻ്റെ രേഖയിൽ വളരെ കൃത്യമായിട്ട് 2 മുഖങ്ങളാണ് സമരത്തിനുള്ളത്, ദ്വിമുഖ കടമകളാണുള്ളത്. ഒന്ന്, വളർന്നു വരുന്ന അസഹിഷ്ണുതയടക്കമുള്ള ഫാസിസ്റ്റ് പ്രവണതകൾക്ക് മതനിരപേക്ഷതയ്ക്കെതിരായിട്ട് ഉയർന്നു വരുന്ന വെല്ലുവിളിക്കായിട്ട് വിശാല മതനിരപേക്ഷ ശക്തികളുടെ സഖ്യം.
ആ സഖ്യത്തിന് എന്തെങ്കിലും ഉപാധികളില്ല. ഇഷ്യൂസ് ആയിരിക്കും, BJP ഉയർത്തുന്ന അക്രമമായിരിക്കും, അസഹിഷ്ണുതയായിരിക്കും. ഇതിനെതിരായിട്ട് എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിക്കുന്ന ഒരു സമീപനം മുന്നോട്ട് വെച്ചു. അതിലുത്തരമുണ്ട് ശ്രീ CP ജോണിന്റെ അഭിപ്രായങ്ങൾക്ക്. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ നേരത്തെ ഈ അന്യവർഗ ചിന്താഗതികൾക്കകത്തേക്ക് ഈ പാർട്ടി ഒരു കാലത്തുമില്ലാത്ത വിധം എല്ലാ പ്രത്യയശാസ്ത്ര അതിരുകളും വിട്ടുകൊണ്ട് വീണു പോകുന്നതിനെ പറ്റി പറഞ്ഞു. അത് ഒരു സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ്. അത് തിരുത്താനാണ് ഞങ്ങൾ എല്ലാ കാലാകാലത്തും ഈ തിരുത്തൽ പ്രക്രിയയെക്കുറിച്ച് വീണ്ടും വീണ്ടും പൊതു സമൂഹ മധ്യത്ത് നിന്ന് നോക്കുമ്പോൾ പരിഹാസ്യമായി തോന്നുന്നുവെങ്കിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് CPM പറയുന്നുണ്ട്. ഇപ്പോൾ അഴിമതിക്കെതിരായ നിലപാടെടുത്ത് വന്ന ഏറ്റവും ഒടുവിലത്തെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള പാർട്ടിയാണല്ലോ താങ്കളുടെ പാർട്ടി, ആം ആദ്മി പാർട്ടി. അതിനകത്ത് നിന്നും ആളുകൾ പുറത്തു പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പ്രശ്നത്തെ ഈ പാർട്ടിക്ക് മാത്രമുള്ള സവിശേഷമായ ഒരു പ്രശ്നമാണ് എന്ന് കണ്ട് തള്ളിക്കളയുന്നതിലൂടെ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നാട്ടുകാർക്ക് മുന്നിൽ കുറച്ചു കാണാൻ പ്രേരിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞ്. അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ആൾ വിട്ടുപോകുന്നതിൻ്റെ കഥയൊക്കെ നമുക്ക് പറയാം. എല്ലാ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും, വരാൻ ഇവിടെ ജനാധിപത്യത്തിൻ്റെ രാജ്യമാണ്, ആർക്കും പോകാം, ആരെയും പുറത്താക്കാം, അതിനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പാർട്ടിയും 70 വർഷം പഴക്കമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു എന്താ പറയുക, ഒരു കാഡർ പാർട്ടിയാണ്, ഇത്രയും കാലത്തെ പരിചയം പ്രത്യയശാസ്ത്രം ഒക്കെ ഉണ്ട്. അതാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ. പ്രധാന പ്രശ്നം അതല്ല. പ്രശ്നം അന്യവർഗ ചിന്താഗതി എന്ന് പറഞ്ഞാൽ കേവലം അന്യവർഗ ചിന്താഗതി എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യപരമായ ഒരു ചർച്ച പോലും അഴിമതിയെക്കുറിച്ച് സാധ്യമല്ലാത്ത തരത്തിൽ സംഘടന അങ്ങനെയാവുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ഈ കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ഒക്കെ രൂപത്തിൽ പൂർണ്ണമായും ഒരു എന്താ പറയുക അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അതുതന്നെയാണ് ഇപ്പോൾ ബംഗാളിലെ കാര്യത്തിലും വന്നതാണ്. ഇവിടെയും അതാണ്. സോവിയറ്റ് യൂണിയൻ അടക്കം അതാണ്. അതിന് പകരമായി ഇതിന് വിമർശനാത്മകമായി ഇതിനെ കാണാൻ കഴിയുമോ? അവിടെയാണ് എൻ്റെ ചോദ്യം. അന്യവർഗ ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടായതല്ല, മുമ്പുണ്ട്. ഇപ്പോൾ പാലക്കാട് സംബന്ധിച്ച് സംസ്ഥാന പ്ലീനം നടന്നു. ആ സംസ്ഥാനത്തെ പ്ലീനത്തിൻ്റെ രേഖ എടുക്കുക, ആ രേഖയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എടുക്കുക. ആ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മേൽപോട്ട് ബെറ്റർമെൻ്റായി നടന്നിട്ടുണ്ടോ ഈ പറഞ്ഞ അന്യവർഗ ചിന്താഗതിയുടെ കാര്യത്തിൽ, പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇത് വളരെ സ്വതന്ത്രമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ സ്വയം വിമർശന പരമായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തിരുത്തലിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നുണ്ടോ എന്നത്. അത് സംബന്ധിച്ച് CPM-നും അവകാശവാദങ്ങളുടെ ആധിക്യം ഉണ്ടാവുകയില്ല. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അതിഥികളിലേക്ക് 3 പേരിലേക്കും. എല്ലാ രാഷ്ട്രീയ CPM-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോഴും ഉയർന്നു വരുന്ന ഒരു വിഷയം VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായും നാളെ നടക്കാനിരിക്കുന്ന തുടങ്ങാനിരിക്കുന്ന പ്ലീനം സംബന്ധിച്ചും തലേ ദിവസം ആ വാർത്തകൾ പ്രധാനമാണ്. അതിലേക്കാണ് വരാനുള്ളത്. ഇടവേളയിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, VS-നെയും പാർട്ടിയെയും രണ്ടായി കാണേണ്ടതില്ല എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൊൽക്കത്തയിൽ പ്ലീനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരി പറഞ്ഞത്. പ്ലീനത്തിന്റെ തലേ ദിവസം VS അച്യുതാനന്ദൻ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നടക്കമുള്ള വിഷയങ്ങൾ അന്തരീക്ഷത്തിൽ പതുക്കെയാണെങ്കിലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഏത് തരത്തിൽ പ്ലീനം ഇത് ചർച്ച ചെയ്യാനുള്ള വേദിയല്ല, പക്ഷേ എങ്കിൽ പോലും അങ്ങോട്ടുള്ള പോക്കിൽ ഏത് തരത്തിലാണ് ഇത്തരം ചർച്ചകൾ സ്വാധീന ഘടകമാവുക? ഇന്നിപ്പോൾ പിണറായി വിജയന്റെ പ്രസ്താവന തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഏത് നിലക്കും വ്യാഖ്യാനിക്കാവുന്നതാണെങ്കിൽ പോലും അദ്ദേഹം അബദ്ധമായിട്ടൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അപകടകരമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും സ്റ്റാൻഡിൽ നിന്ന് വിട്ടെന്തെങ്കിലും പറയുന്നില്ല എങ്കിൽ പോലും അത് സ്വാഭാവികമായും ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ്. VS അച്യുതാനന്ദൻ പാർട്ടിയുടെ വളരെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂട്ടത്തിൽ VS ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പാർട്ടി കേന്ദ്ര ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ദിശാബോധമുണ്ട്. അത് വളരെ ക്ലിയറാണ്. കാരണം പ്രായം, എക്സ്പീരിയൻസ് ഇതെല്ലാം നോക്കിക്കൊണ്ട് പാർട്ടിയെ നയിക്കാൻ VS അടക്കമുള്ള നേതാക്കൾ വേണം എന്ന നിലപാട് വളരെ കൃത്യമായിട്ട് സെൻട്രൽ ലീഡർഷിപ്പ് ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തിരുന്നു.
ഈ 6-ലും അതിനുശേഷമൊക്കെ 4-ലും 2 അതിനുശേഷമൊക്കെ VS വേണ്ടതില്ല എന്നൊരു സമീപനം അന്ന് അവരെടുത്തിരുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു അന്തരീക്ഷം ഇന്ന് പാർട്ടിയിലില്ല. VSഉം പാർട്ടി സംസ്ഥാന ലീഡർഷിപ്പും തമ്മിൽ അങ്ങനെയൊരു തരത്തിലുള്ള ഭിന്നതകൾ നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഭിന്നതകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് കുറഞ്ഞു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും VSനെ പോലുള്ള ഒരു നേതാവിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള ബഹുമാനവും ജനപ്രീതിയും നിലനിർത്തിക്കൊണ്ടും അത് ഉപയോഗിച്ചുകൊണ്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനുള്ള ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പൊതുവിൽ ജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VS വേണോ പിണറായി വേണോ തുടങ്ങിയ തർക്കങ്ങൾ ഇന്ന് പാർട്ടിക്കകത്ത് ഒരു വലിയ വിഷയമായിട്ട് വരും എന്ന് ഞാൻ കരുതുന്നില്ല. അത്തരം വിഷയങ്ങളിലേക്ക് ഏതായാലും ഈ സമയത്ത് ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയുമില്ല. ശ്രീ CP ജോൺ, സാധാരണഗതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തേക്കാം പൊതുസമൂഹത്തിൽ എന്ന് CPM തീരുമാനിക്കും തോറും ഒരു 10-12 കൊല്ലമായി VS പിണറായി ദ്വന്ദ്വം, അതിൻ്റെ വിഭാഗീയ പ്രശ്നങ്ങൾ, അത് രാഷ്ട്രീയ ചർച്ചയിൽ നിന്ന് അതിനെ തടയുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ, രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ ഇതിപ്പോൾ പ്രസക്തമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവിൽ സമ്മതിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. VS വലിയ ഇപ്പോൾ ഉണ്ടാകുന്നതിലപ്പുറത്തേക്കൊന്നും ഒരുപക്ഷെ ആ ചർച്ച വലിയ തോതിൽ മുൻകാലങ്ങളിലെന്ന പോലെ പോവുകയില്ലായിരിക്കാം. ഈ ഒരു ബാധ്യത, ഈ ഒരു ബുദ്ധിമുട്ട് മാറിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകാൻ പാർട്ടിക്ക് ആ ശേഷി കൂടി വരില്ലേ? ശ്രീ CP ജോൺ, അദ്ദേഹം ടെലിഫോൺ ലൈനില്ല, അദ്ദേഹത്തിലേക്ക് വരാം. താങ്കൾ കേൾക്കാമോ ശ്രീ CP ജോൺ? VS അച്യുതാനന്ദൻ പിണറായി വിജയൻ ദ്വന്ദ്വങ്ങൾക്കിടയിലുള്ള ഈ രാഷ്ട്രീയ വിഭാഗീയ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇല്ലാതായി പോവുകയാണെന്ന തോന്നലുണ്ടാക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായി കുറെ കൂടെ മികച്ച തോതിലുള്ള മുന്നോട്ട് പോക്കിന് കേരളത്തിലെ പാർട്ടിക്ക് ഊർജം നൽകുമോ? ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചകളിൽ ഞാൻ വരാൻ സമ്മതിക്കുമ്പോൾ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിലാവുന്നു. എന്നെ കുറിച്ച് വ്യക്തിപരമായിട്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കുഞ്ഞിക്കണ്ണൻ TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ അത് ന്യായീകരിക്കേണ്ട ഗതികേട് വന്ന ഒരു മുൻ നക്സലൈറ്റുകാരനാണ്. ഞാൻ വെറുതെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക, എനിക്ക് കടക്കുന്നില്ല. വ്യക്തിപരമായ പരാമർശങ്ങൾ അത് വ്യക്തിപരമായി എടുക്കേണ്ട ശ്രീ CP ജോൺ, അതൊരു രാഷ്ട്രീയ വിമർശമായി കണ്ട, വ്യക്തിപരമായിട്ട് പറഞ്ഞ വ്യക്തിപരമായിട്ട് അത് രാഷ്ട്രീയ വിമർശമായി കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നടത്തിയത് ആണ് അതിൽ ഇല്ല, താങ്കൾ നടത്തിയതിൽ എനിക്ക് എതിർപ്പില്ല. നമുക്ക് അതിൽ നിന്ന് മാറി വരാം. അല്ല, TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോ CPMന്റെ ഒരു വൈതാളികനായി നടക്കേണ്ട ഗതികേടാണ് നമ്മുടെ അദ്ദേഹത്തിന് ഉണ്ടായത്. അത് സമാസമമായി കഴിഞ്ഞു. അതൊരു വ്യക്തിപരമായ പരാമർശമായിരുന്നെങ്കിൽ താങ്കൾ അത് പറഞ്ഞോടെ സമാസമമായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരാം. ശരി, രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരാം. അച്യുതാനന്ദനും VS അച്യുതാനന്ദനും പിണറായി തമ്മിലുള്ള ഒരു യുഗ്മകം അല്ലെങ്കിൽ ഒരു ഡയലക്റ്റ്, പൊളിറ്റിക്കൽ ഡയലക്റ്റ് വളരെ രസകരമായിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ഇന്നിപ്പോ CPM നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അച്യുതാനന്ദനെതിരായി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് സംസ്ഥാന സമ്മേളനം ഒന്നടങ്കം അംഗീകരിച്ച രേഖ അവരുടെ മേശപ്പുറത്തിരിക്കുകയാണ്. ആ രേഖയാണല്ലോ, എല്ലാവരും രേഖയെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രേഖയനുസരിച്ച് അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാൻ പോലും അവർ തയ്യാറായില്ല. ഇന്ന് അച്യുതാനന്ദന്റെ ഘടകം ഏതാണ്? ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. അത് ഏത് ബ്രാഞ്ചിലെ മെമ്പറാണ്? ഇപ്പൊ അത് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ഷണിതാവ് എന്നുള്ളൊരു ഘടകം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഭരണഘടന വേണ്ടത്ര അറിയാത്തൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പറല്ല, ഒരു ഘടകത്തിലും മെമ്പറല്ല ഫലത്തിൽ. അപ്പൊ ഒരു ഘടകത്തിലും നിർത്താൻ പറ്റാത്ത വിധം സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് സംസ്ഥാന കമ്മിറ്റി വെച്ച റിപ്പോർട്ട് സമ്മേളനം അംഗീകരിച്ചു. അത് പാർട്ടി കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാനും കഴിയില്ല. ഇതാണ് CPM ചെന്നുപെട്ടിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യത്തെ മറികടക്കാനുള്ള പല ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ പാർട്ടിയുടെ ആന്തരിക ദൗർബല്യത്തിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. സ്റ്റാലിനിസ്റ്റ് സംഘടനാ തത്വം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. ആ സ്റ്റാലിനിസ്റ്റ് സംഘടനാ തത്വം അനുസരിച്ച് അച്യുതാനന്ദനെ അംഗീകരിക്കാനും കഴിയില്ല. അച്യുതാനന്ദനും ഒരു കാലഘട്ടത്തിൽ സ്റ്റാലിനിസ്റ്റ് സംഘടനാ തത്വങ്ങളുടെ അപ്പോസ്തലനായിരുന്നു. അങ്ങനെയാണ് MVRനെയും കുഞ്ഞിക്കണ്ണനെയും പുസ്തകത്തിനെയും ചാത്തുണ്ണി മാഷിയും ഒക്കെ പുറത്താക്കിയത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ വൈരുദ്ധ്യം മാത്രമല്ല, സംഘടനാപരമായും ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക്
ഔപചാരികമായിട്ട് കടന്നു വരാൻ പറ്റാത്തതിന്റെ തിക്കുമുട്ടാണ് ഇന്ന് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അച്യുതാനന്ദൻ എന്ന വന്ധ്യവയോധികനായിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിനെ മാറ്റി നിർത്തിയാൽ കടപുഴകി വീഴുമോ എന്നവർ പേടിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സഹിക്കുന്നു, ടോളറേറ്റ് ചെയ്യുന്നു. അതേസമയം അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ അവർക്ക് തിരുത്താൻ തയ്യാറാകുന്നത് ഞാൻ ആലോചിക്കുകയാണ്, ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയം ഈ പ്ലീനം തള്ളിക്കളയുമോ, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഫലത്തിൽ തള്ളിക്കളയുന്ന നിലയ്ക്ക് അച്യുതാനന്ദനെ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കാൻ ശുപാർശ ചെയ്യുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. അത്തരം ചോദ്യങ്ങൾ VS ആണെങ്കിലോ, VS ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാതെ കമ്മ്യൂണിസ്റ്റായിട്ടിരിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്ന് അദ്ദേഹം ഏതാണ്ട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞാനിതിനെ പാർലമെന്ററി വ്യാമോഹം ഒന്നും വിളിക്കുന്നില്ല, പക്ഷെ ഞാൻ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ നോക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ 5 വർഷക്കാലം SFIയുടെ സെക്രട്ടറിയെ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്ത പാർട്ടിയുടെ ഫാക്ഷന്റെ കൺവീനറാണ്. പറയാൻ പാടില്ലെങ്കിൽ പറയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളൊക്കെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത്, അദ്ദേഹം ഒരു കാലത്ത് പാർലമെന്ററിസത്തിന്റെയും പാർലമെന്ററി വ്യാമോഹത്തിനും എതിരായി നിന്നൊരു വ്യക്തി 93-ാമത്തെ വയസ്സിലും എനിക്ക് മത്സരിച്ചില്ലെങ്കിൽ പറ്റില്ല എന്നുകൊണ്ട് വാശി പിടിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വാശി പിടുത്തം പക്ഷേ നമുക്ക് മുന്നിലില്ലല്ലോ ശ്രീ CP ജോൺ. അദ്ദേഹം CPIയുടെ ആ ജാഥ നേതാവ് മുഖ്യമന്ത്രിയാകാൻ പാടില്ല, ആകണമെന്നില്ല എന്ന അഭിപ്രായത്തെ തള്ളിക്കളയുകയല്ലേ കഴിഞ്ഞ ദിവസം ചെയ്തത്? അത് CPIയുടെ മാത്രം അഭിപ്രായമാണെന്ന് പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാലോ. അച്യുതാനന്ദൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല, പാർട്ടിയെ സഹായിക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. തീർച്ചയായും അത് അപ്രസക്തമല്ല ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. അതൊരു അഭിപ്രായ പ്രകടനം, അത് ശരി തന്നെയാണ്. സംഘടനാപരമായിട്ടുള്ള മുന്നോട്ട് പോക്കാണല്ലോ ഈ പ്ലീനത്തിന് മുന്നിലുള്ള കാര്യം. അത് ഈ പാർട്ടിയിൽ ഇക്കാലത്തിനിടെ സംഘടനാപരമായും മറ്റുമുള്ള ദുഷ്പ്രവണതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് VS അച്യുതാനന്ദൻ എഴുതിയ ഒരുപടി കത്തുകൾ രാഷ്ട്രീയ രേഖകളായിട്ട് അവിടെ കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂടുതൽ ആഭിമുഖ്യമുള്ള സീതാറാം യെച്ചൂരിയാണ് പാർട്ടിയുടെ സെക്രട്ടറി. അത് നാട്ടിലെ ഈ സംഗതികളെ സ്വാധീനിക്കുകയില്ലേ? അതും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി വരില്ലേ? അല്ല, ഇതിൽ പ്രധാനമായിട്ട് വരുന്ന പ്രശ്നം കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങും ഒരു സംഘടനാ രേഖയുമല്ല കൽക്കത്ത പ്ലീനത്തിൽ ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ ഒരു പ്രശ്നത്തെ പ്രശ്നവൽക്കരിച്ച് കഴിഞ്ഞാൽ അത് പ്രധാന പ്രശ്നമാവും. ഈ പ്ലീനത്തിൻ്റെ ഏറ്റവും മുഖ്യമായ അജണ്ട വരുന്നത് കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി ആരാണെന്ന്. അങ്ങനെ ഒരു പ്രശ്നം പാർട്ടിയുടെ മുമ്പിലില്ല. പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച്, അത് CP ജോണിനെ പോലുള്ള ആളുകൾക്കല്ലോ. CP ജോൺ ഞാനൊരു ചർച്ചയിൽ ഒരു പരാമർശം നടത്തിയതിനെ ഒട്ടും വ്യക്തിപരമായിട്ട് അങ്ങനെ ചെറുതാവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിമർശിച്ച് ചെറുതാവാൻ പറ്റുന്ന ആളുകളല്ല നമ്മളൊന്നും. അപ്പോൾ ഞാൻ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഈ സമ്മേളനത്തിൻ്റെ ഈ പ്ലീനത്തിൻ്റെ മുമ്പിലുള്ള അജണ്ട അതേയല്ല. പാർട്ടിയുടെ രീതി അനുസരിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ചില അനാശാസ്യകരമായ പ്രവണതകളുണ്ടായിരുന്നു. ആ വിഭാഗീയതയെ കേന്ദ്ര കമ്മിറ്റി തന്നെ വിശകലനം ചെയ്തിട്ടുണ്ട്. 2009-ലെയും 96-ലെയും തെറ്റുതിരുത്തൽ രേഖയിലെ കേരളത്തിലെ വിഭാഗീയതയുടെ അടിസ്ഥാനം പാർലമെൻ്ററി സ്ഥാനങ്ങൾക്കും പദവികൾക്കും വേണ്ടിയുള്ള മോഹമാണ്, അതിനുള്ള കിടമത്സരമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം പാർലമെൻ്ററി, അത് വ്യക്തിപരമായൊരു ദോഷമല്ല. ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു വിപ്ലവപൂർവ്വ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഫെഡറൽ ഘടനക്കകത്ത് ഒരു സംസ്ഥാനത്ത് ദീർഘകാല അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ടാകുക, അധികാര സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുക, ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടികൾക്കകത്ത് പാർട്ടി പ്രവർത്തകർക്കകത്ത് ഇത്തരം തെറ്റായ പ്രവണതകൾ വരാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ രേഖ തന്നെ അത് പരിശോധിക്കുന്നുണ്ട്. അത്തരം പ്രവണതകളിൽ നിന്ന് പാർട്ടിയെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഈ പ്ലീനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. ആ ഒരു പ്ലീനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വന്നിരിക്കുന്നത്. സംഘടനാ രംഗത്ത് മാറ്റേണ്ട ക്രമീകരണങ്ങളിൽ ഇത്തരം നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കിയതുപോലെ പാർട്ടി അതിൻ്റെ രീതി അനുസരിച്ച് നീങ്ങും. മാധ്യമങ്ങളോ CP ജോണിനോ അല്ലെങ്കിൽ നീലകണ്ഠനോ ചോദിച്ചാൽ VS മുഖ്യമന്ത്രിയായ യോഗ്യനാണോ അല്ലയോ, അങ്ങനെ ഒരു തർക്കം പാർട്ടിക്കകത്തില്ല. VS ഈ പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ലീഡറാണ്. CPM പോലുള്ള ഒരു പാർട്ടി രൂപീകരിക്കുന്നതിന് അടിസ്ഥാനമായ ചരിത്ര പ്രത്യയശാസ്ത്ര കാര്യങ്ങളിൽ വേരുകളുള്ള അതിൻ്റെ ഒരു തുടക്കക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ബഹുജന സ്വാധീനമോ ഈ പാർട്ടിയായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയോ കുറിച്ച് ആർക്കും ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ശ്രീ CR നീലകണ്ഠൻ അദ്ദേഹത്തെ പൂർണ്ണമായും ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് പാർട്ടിയുടെ സെക്രട്ടറി പ്ലീനത്തിൻ്റെ തലേദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദനോടുള്ള നിലപാടിൽ പുനഃപരിശോധനയുള്ള ഒരു പാർട്ടിയാകുമോ ഈ പ്ലീനത്തിന് ശേഷം ഉണ്ടാവുക? അല്ല, ഞാനതിലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ VS പിണറായി എന്നുള്ള തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
VS അച്യുതാനന്ദനോട് പാർട്ടി എന്ത് സ്വീകരിക്കുന്നു നോക്കട്ടെ. ഒന്ന് CP ജോൺ ചോദിച്ച പ്രധാന ചോദ്യമുണ്ട്, ഏതാണ് VSൻ്റെ ഘടകം? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഘടകം എന്ന ചോദ്യമാണ്. ഞാൻ ബ്രാഞ്ച് മെമ്പറാണോ പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ എന്നൊക്കെ ചോദ്യം. അത് ബ്രാഞ്ച് മെമ്പറാവാൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2006-ലും 2011-ലും മത്സരിക്കേണ്ട പ്രായം കൂടുതലാണ് എന്ന് പറഞ്ഞ VS 2016-ൽ മത്സരിക്കുന്നതിൽ വിരോധമില്ല എന്നിടത്ത് എത്തിയല്ലോ. അതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് പോയിട്ടെ. പക്ഷെ പ്രശ്നം VS മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല. എന്തുകൊണ്ട് VSന് ഇങ്ങനെ പിന്തുണയുണ്ടാകുന്നു? പാർട്ടിയുടെ തന്നെ രേഖകളിൽ, ഈ പുറത്തു വന്ന രേഖകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനപിന്തുണയുള്ള നേതാവ് പാർട്ടിക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വാചകമുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു വാചകം അതിലുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കണം എന്താണ് VSൻ്റെ പിന്തുണ. VSനെ കൂടെ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. VS ഉന്നയിച്ച വിഷയങ്ങൾക്കാണ് പിന്തുണ, അല്ലാണ്ട് VS എന്നുള്ള വ്യക്തിക്കല്ല. VS ഇവിടെ മുമ്പും ഉണ്ടായിരുന്നു. VS കഴിഞ്ഞ 15-20 വർഷമായി കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി ആ വിഷയത്തിന് കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യം. ആ വിഷയങ്ങൾക്കാണ് VSന് പിന്തുണ കിട്ടിയത്. അതിൽ പാർട്ടിയും VSും തമ്മിലുള്ള വൈരുദ്ധ്യം വന്നത് പിണറായി VS തമ്മിലുള്ള VS ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോൾ VS ഉപേക്ഷിച്ചാൽ, ഇപ്പോൾ വിജയമാഷ് പറഞ്ഞ മാതിരിയാണ്, ചോദ്യം ചോദിച്ച കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്തായാലും ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞാലും ചോദ്യം അവിടെ നിൽക്കും. VS ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നതെങ്കിൽ, കുഞ്ഞിക്കണ്ണനോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയോ പറയുന്നതെങ്കിൽ ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നല്ലത്. പക്ഷേ VSനെ കൊണ്ടുപോകും, VSൻ്റെ പ്രശ്നങ്ങൾ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ അത് പൊളിറ്റിക്കലായ ബ്ലണ്ടറാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ CR നീലകണ്ഠൻ, സമയക്കുറവുള്ളത് കൊണ്ട്. ശ്രീ NP ചേക്കുട്ടി, VS ഉന്നയിച്ച പ്രശ്നങ്ങൾ, ഈ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക് സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, സീരിയസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. അത് രാഷ്ട്രീയ എതിർപക്ഷത്തുള്ള ആളുകൾ എന്തായാലും അത് മുന്നോട്ട് വെക്കുകയും ചെയ്യും. അവ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ ഈ പ്ലീനത്തിനകത്ത്? അത് സംഘടനാപരമായി തന്നെ പരിശോധിക്കേണ്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് അവയ്ക്ക് വീണ്ടും ഒരു പരിഗണന, എല്ലാം ഒതുക്കി വെച്ചതാണ്, അത് വീണ്ടും ഒരിക്കൽ കൂടെ പരിഗണന ഉണ്ടാകേണ്ടുന്ന സാഹചര്യമുണ്ടോ? പാർട്ടിക്കയുടെ സംഘടനാ സംബന്ധമായ വിഷയങ്ങൾ, പാർട്ടിക്കകത്തുള്ള ഒരുപാട് ജനാധിപത്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ജനകീയമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ VS ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആ തരം കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ സമ്മേളനങ്ങൾക്കിടയിൽ പാർട്ടി ഗൗരവമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. VS അച്യുതാനന്ദൻ നടത്തിയ യുദ്ധങ്ങളുടെ കുറേയൊക്കെ റിസൾട്ട് പാർട്ടിയുടെ ജനാധിപത്യവൽക്കരണത്തിന് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ CPM പോലൊരു പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു ഉൾപാർട്ടി സമരം നടത്തി ഒരു പരിധി വരെ പാർട്ടിയെ റിഫോം ചെയ്യുന്നതിൽ, പാർട്ടിയെ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നിർത്തുന്നതിൽ VS വിജയിച്ചിട്ടുണ്ട്. അത് VSൻ്റെ ഏറ്റവും വലിയ ചരിത്രപരമായ കോൺട്രിബ്യൂഷൻ ആണ്. അതിപ്പം പാർട്ടി പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്, പാർട്ടി ലീഡർഷിപ്പ് അംഗീകരിച്ചിട്ടുണ്ട്, പാർട്ടി കേന്ദ്ര ലീഡർഷിപ്പ് പറഞ്ഞ് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ VS ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പാർട്ടി, അതിനപ്പുറം പാർട്ടിക്ക് അതിൻ്റേതായിട്ടൊരു ദീർഘകാല ചരിത്രമുണ്ട്, ഒരു വലിയ ബഹുജന സമരങ്ങളുടെ മഹത്തായ പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു കാലഘട്ടമാണിത്. ആ നിർണായകമായ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ ഈ പ്ലീനം സഹായിക്കും. അതിൽ VS അടക്കമുള്ള എല്ലാ നേതാക്കളുടെയും പങ്കാളിത്തത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് അത് മാറുക എന്നുള്ളതാണ് പ്രധാനം. അതിന് സഹായിക്കുന്ന ഒരു പ്ലീനമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുട്ടി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ MM ലോറൻസ് വരാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് വരാനായിട്ടില്ല. ശ്രീ CP ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്ലീനത്തിന് നാളെയാണ് തുടക്കം. പാർട്ടിക്ക് ഗുണപരമായ തോതിലുള്ള മാറ്റമുണ്ടാക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് CPM കടക്കുന്നത്. വളരെ നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. പൂർണ്ണമാകുന്നു. നമസ്കാരം.